Hi everyone, welcome back to Exam by Learning Puzzle Mania episode 3. So last രണ്ട് വീഡിയോ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചെക്ക് ഔട്ട് ദാറ്റ്. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പോസ് ചെയ്ത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. അതുപോലെ തന്നെ പസിൽ സിസ്റ്റമുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ടൈം കളയാതെ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. A merchant has 9 gold coins, but he knows one is a fake. The fake coin is made of a cheaper metal and is lighter than the real gold coins. Using a balance scale, what is the minimum number of times the merchant must weigh the coins to determine the certainty which one is the fake? അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. 9 കോയിൻസ് ആണുള്ളത്. ഇതിൽ 8 റിയൽ ഗോൾഡ് കോയിൻസ് ആണ്, ഒന്ന് മാത്രം ഒരു ഫേക്ക് ആയിട്ടുള്ള കോയിൻ ആണ്. അപ്പൊ കാഴ്ചയിൽ ഈ 9 കോയിൻസും ഒരുപോലെയാണ്. അതായത് നമുക്ക് കണ്ടുകൊണ്ട് ഇത് 8 ഗോൾഡ് ആണ്, ഇത് ഒന്ന് ഫേക്ക് ആണ് എന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ നമുക്ക് ഇതിന് ഹെൽപ്പിനായിട്ടുള്ളത് ഒരു വെയിങ് ബാലൻസ് ആണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, പണ്ടത്തെ കാലത്തൊക്കെ നോർമലി വല്ലാണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് 2 പാനൊക്കെ ഉള്ള വെയിങ് ബാലൻസസ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റ് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, വേണ്ട കാര്യം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് വെയ് ചെയ്ത് നോക്കും. ആ രൂപത്തിലാണ് അല്ലേ, നമ്മളൊരു പിക്ചർ വൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഒരു പാൻ വെച്ചു, അതുപോലെ തന്നെ ഇവിടെയും ഒരു പാൻ ഉണ്ടായിരിക്കും, അതിനകത്ത് നമ്മൾ സംഭവങ്ങളൊക്കെ വെച്ചു. ഇതാണ് ഒരു വെയിങ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആകെ നമ്മുടെ ഹെൽപ്പിനായിട്ടുള്ളത് ഒരു വെയിങ് ബാലൻസ് ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഫേക്ക് കോയിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒറിജിനൽ കോയിനേക്കാളും ലൈറ്റർ ആണ്, വെയിറ്റ് കുറവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു വെയിങ് ബാലൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വിത്ത് സെർട്ടൈനിറ്റി അല്ലെങ്കിൽ യുണീക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റണം ഇതാണ് ഈ ഒരു ഫേക്ക് കോയിൻ എന്ന് പറയാൻ പറ്റണം. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ മിനിമം ഈ ഒരു വെയിങ് ബാലൻസ് വെച്ചിട്ട് എത്ര തവണ നമ്മൾ ഈ ഒരു വെയിങ് പ്രോസസ്സ് നടത്തണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എത്ര എണ്ണം വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് നടത്താം. ഇറ്റ്സ് അപ്പോൺ യു, നിങ്ങൾക്ക് തീരുമാനിക്കാം എത്ര എണ്ണമാണ് ഒരു തവണ വെയ് ചെയ്യുമ്പോൾ വെക്കേണ്ടത്. അത് നിങ്ങൾക്ക് അതിനെ സ്ട്രാറ്റജൈസ് ചെയ്യാൻ പറ്റും. ബട്ട് എത്ര എണ്ണം നിങ്ങൾ വെച്ചാൽ പോലും ഒരു തവണ നിങ്ങൾ അത് തൂക്കി നോക്കിയോ അല്ലെങ്കിൽ വെയ് ചെയ്ത് നോക്കിയോ അവിടെ നമ്മൾ ഒരു ഓപ്പറേഷൻ എന്ന് പറയും. അങ്ങനെ മിനിമം എത്ര ഓപ്പറേഷൻ ചെയ്താലാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് വിത്ത് സെർട്ടൈനിറ്റി ഇതാണ് ആ ഒരു ഫേക്ക് കോയിൻ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടുത്തെ ലോജിക്കൽ ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ വളരെ ഇൻഡെപ്ത് ആയിട്ടൊന്ന് അനാലിസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 9 കോയിൻസ് ആണുള്ളത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഈ ഒരു 9 കോയിൻസിനെ 3 കോയിനുള്ള ഗ്രൂപ്പുകളാക്കിയിട്ട് ഞാൻ തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഗ്രൂപ്പിൽ 3 കോയിൻസ്, രണ്ടാമത്തെ ഗ്രൂപ്പിൽ 3 കോയിൻസ്, മൂന്നാമത്തെ ഗ്രൂപ്പിൽ 3 കോയിൻസ്. അപ്പോൾ ടോട്ടൽ 9 കോയിനായി. അപ്പോൾ ഇവിടെ 3 പോസിബിലിറ്റി ഉണ്ട്. ഒന്നിക്ക് ഇതിലായിരിക്കാം ആ ഒരു ഫേക്ക് കോയിൻ, അല്ലെങ്കിൽ ഇതിലായിരിക്കാം ഒരു ഫേക്ക് കോയിൻ, അല്ലെങ്കിൽ ഇതിലായിരിക്കാം ഒരു ഫേക്ക് കോയിൻ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഇത് രണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് വെയ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പും ഞാൻ ജസ്റ്റ് ഒന്ന് വെയ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അങ്ങനെ വെയ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് 2 പോസിബിലിറ്റി അല്ലെങ്കിൽ 2 കേസ് അവിടെ സംഭവിക്കാം. അതിൽ ഒന്നാമത്തെ ഒരു കേസ് എന്താ, ആ ഒരു പാനിൽ വെക്കുന്ന സമയത്ത്, ആ ഒരു വെയിങ് ബാലൻസിൽ വെക്കുന്ന സമയത്ത് രണ്ടും ഈക്വൽ ആയി നിൽക്കും. ഓക്കെ, ഇവിടെ 3 വെച്ചു, ഇവിടെ 3 വെച്ചു, രണ്ടും ഈക്വൽ ആയി നിൽക്കും. അപ്പൊ രണ്ടും ഈക്വൽ ആയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പുറത്തുള്ള ഈ ഒരു 3 ഉണ്ടല്ലോ, നമ്മളിവിടെ ഇത് 2 വെച്ചത്, ഈ പുറത്തുള്ള ഈ ഒരു 3 നമ്മുടെ ഫേക്ക് കോയിൻ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു 6 നമ്മൾ മാറ്റി വെച്ചു, ബാക്കി 3 ഇതിലാണ് ഫേക്ക് കോയിൻ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇൻ കേസ് ഇത് ഈക്വൽ ആയി നിന്നില്ല, ഈ 2 വെച്ചപ്പോൾ രണ്ടാമത്തെ ഒരു കേസിലോട്ട് ഞാൻ പോവാണ്, ഇത് ഈക്വൽ ആയി നിന്നില്ല, പകരം എന്തായിട്ട് നിന്നു, ഒന്നിങ്ങനെ മുകളിലോട്ടും ഒന്ന് താഴേക്കായി നിന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ മുകളിലോട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, വെയിറ്റ് കുറവാണ് അല്ലേ. ദാറ്റ് മീൻസ് ഫേക്ക് കോയിൻ എന്തുണ്ടാവും, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇതാണ് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നത് എന്ന് വിചാരിച്ചോ, ആ ഒരു 3 എന്തുണ്ടാവുക, ആ ഒരു ഫേക്ക് കോയിൻ ഉണ്ടായിരിക്കാം. അപ്പൊ ഈ 2 കേസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6 എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി ഒരു 3 ഒന്നിക്ക് ഇതായിരിക്കാം അല്ലെങ്കിൽ ഇതായിരിക്കാം. ഞാൻ ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞത് ഒന്നിക്ക് നമ്മൾ ആ വെയിങ് ബാലൻസിൽ വെച്ച ഒരു ടീം ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഒരു ടീം ആയിരിക്കാം ആ ഒരു ഫേക്ക് കോയിൻ ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഒരു ഓപ്പറേഷനിലൂടെ കൃത്യമായി മനസ്സിലാക്കുക, ഒന്നാമത്തെ ഒരു ഓപ്പറേഷനിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മൾ 6 ഒഴിവാക്കി ഇനി ഒരു 3 ഉണ്ട്, ആ 3 ഏതെങ്കിലും ആണ് നമ്മുടെ ഫേക്ക് കോയിൻ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ളത് 3 കോയിനാണ് ആണല്ലോ. ഇനി നമ്മുടെ കയ്യിലുള്ളത് 3 കോയിനാണ്, 3 കോയിൻസ്. ഓക്കെ, അപ്പൊ അതിന് ഞാൻ ആദ്യം ചെയ്ത പ്രോസസ്സ് വീണ്ടും തന്നെ റിപ്പീറ്റ് ചെയ്യാം. എന്താണ്, ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, 3 ഗ്രൂപ്പ് ആക്കാം. അപ്പോൾ ഒരു കോയിൻ, ടോട്ടൽ 3 കോയിൻ. ഓക്കെ, ഇനി നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. എന്താ ചെയ്യാം, ഞാൻ ആദ്യം ഈ 2 എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വെയിങ് ബാലൻസിൽ വെക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 2 കേസ് ഇവിടെയും പോസിബിൾ ആണ്.
ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് രണ്ടും ഈക്വലായി നിൽക്കാം. രണ്ട് ഈക്വലായി നിൽക്കുകയാണെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഈ മൂന്നാമത്തതായിരിക്കും അവിടെ ഫേക്ക് കോയിൻ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ഇനി ഇൻ കേസ് അത് ഈക്വൽ ആയിട്ടല്ല നിൽക്കുന്നത്, ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴേക്കുമാണ് വെയിങ് ബാലൻസിൽ വെക്കുന്ന സമയത്ത് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ മുകളിലേക്ക് നിൽക്കുന്ന കോയിൻ എന്താണ്, വെയിറ്റ് കുറവാണ്. ദാറ്റ് മീൻസ് അതായിരിക്കും ഫേക്ക് കോയിൻ എന്നുള്ള രൂപത്തിൽ അവിടെയും വളരെ 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 കൃത്യമായിട്ട് നമുക്ക് ആ ഒരു കോയിനെ അല്ലെങ്കിൽ ആ ഒരു ഫേക്ക് കോയിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിത്ത് യൂണീക്നെസ് അല്ലെങ്കിൽ വിത്ത് സെർട്ടൈനിറ്റി നമുക്ക് പറയാൻ പറ്റും ഇതാണ് ഒരു ഫേക്ക് കോയിൻ എന്നുള്ള രൂപത്തിൽ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഇവിടെയും ഒരു ഓപ്പറേഷൻ വരുന്നുണ്ട്. ഒക്കെ ഒരു വട്ടം നമ്മൾ വെയ് ചെയ്ത് നോക്കുന്നത്, അതാണ് നമ്മൾ ഓപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിനിമം 2 ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കോയിനെ വളരെ ഈസി ആയിട്ട് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. സോ ദ ആൻസർ ഈസ് 2. ഓക്കെ, മിനിമം എത്ര സമയം അല്ലെങ്കിൽ എത്ര ടൈംസ് എന്നുള്ളതാണല്ലോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, മിനിമം നമ്പർ ഓഫ് ടൈംസ്. സോ ദ ആൻസർ ഈസ് 2. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറാണ് കിട്ടിയതെന്നുള്ളത് താഴെ ജസ്റ്റ് കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കാം. സോ 4ാമത്തെ എപ്പിസോഡിലേക്കുള്ള ക്വസ്റ്റ്യൻ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം. യെസ്, ആൻ ആൻഡ് ഈസ് സിറ്റിംഗ് അറ്റ് എ കോർണർ ഓഫ് എ ക്യൂബിക് റൂം ഓഫ് സൈഡ് 10 meter. It must reach the diametrically opposite corner. If the ant cannot fly and must travel along the surfaces of the room, what is the minimum distance it needs to cover? അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരു ക്യൂബിക്കൽ റൂമാണ്. ഓക്കെ, നിങ്ങൾ റൂമുകൾ കണ്ടിട്ടുണ്ടാവും, ക്യൂബോയിഡ് രൂപത്തിലുള്ള റൂമുകൾ കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ ക്യൂബ് അല്ലേ. അപ്പോൾ എല്ലാ സൈഡ് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റൊക്കെ ഈക്വൽ ആയിട്ടുള്ളതാണ് ക്യൂബ് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് 10 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മൂലയിൽ, ഓക്കെ, ഏതെങ്കിലും ഒരു മൂലയിൽ, ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് വിചാരിക്കുകയാണ്, ഒരു മുകളിലുള്ള ഒരു മൂലയിൽ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു ഉറുമ്പ് നിൽക്കുകയാണ്. അപ്പോൾ ഉറുമ്പിന് പറക്കാനൊന്നും കഴിയില്ല. ഉറുമ്പിന് എന്ത് ചെയ്യണം, അതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള താഴെയുള്ള മൂലയിലെത്തണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് മുകളിലാണ് ഉറുമ്പ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള താഴെയുള്ള ആ ഒരു കോർണറിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു മൂലയിൽ ഉറുമ്പിന് എത്തേണ്ടതുണ്ട്. ഓക്കെ, സൈഡിൻ്റെ ലെങ്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, എത്രയാണ്, 10 meter ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്താൻ വേണ്ടിയിട്ട് പല റൂട്ട് കൂടി നമുക്ക് പോകാൻ പറ്റും അല്ലേ. സർഫസ് കൂടി പല രൂപത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ എത്താൻ വേണ്ടി പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ 2 സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഉറുമ്പ് അവിടെ നിന്ന് ഇവിടെ എത്തുന്നത് വരെ മിനിമം ആ ഒരു ഉറുമ്പ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ലോജിക്കലി ചിന്തിക്കുക എങ്ങനെയാണ് ആ ഒരു ഉറുമ്പ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്, അതിനനുസരിച്ച് അതിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും ചെയ്യാം. സോ നിങ്ങളത് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ ഈ ഒരു വീഡിയോക്ക് താഴെയായിട്ട് നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. സോ ഇതിൻ്റെ സൊല്യൂഷനുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് പസിൽസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പസിൽസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ടിനും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോസും ഈ ഒരു ചാനലൊന്നും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് എപ്പിസോഡ് 4ൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.